പണ്ട് നമ്മളെല്ലാവരും പോയി ആളുകളെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ മഴക്കെടുതിയിൽ ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചൊരു പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 19 പേരാണ് മരിച്ചത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാവരും ചേർന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തണം. ഈ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കണം. അവിടെ നിന്നുള്ള ആളുകളെ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് നമ്മളെല്ലാവരും പോയി ആളുകളെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ മഴക്കെടുതിയിൽ ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചൊരു പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 19 പേരാണ് മരിച്ചത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാവരും ചേർന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തണം. ഈ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കണം. അവിടെ നിന്നുള്ള ആളുകളെ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് നമ്മളെല്ലാവരും പോയി ആളുകളെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ മഴക്കെടുതിയിൽ ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചൊരു പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 19 പേരാണ് മരിച്ചത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാവരും ചേർന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തണം. ഈ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കണം. അവിടെ നിന്നുള്ള ആളുകളെ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് നമ്മളെല്ലാവരും പോയി ആളുകളെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ മഴക്കെടുതിയിൽ ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചൊരു പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 19 പേരാണ് മരിച്ചത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാവരും ചേർന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തണം. ഈ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കണം. അവിടെ നിന്നുള്ള ആളുകളെ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ಎನ್ನುವುದನ್ನು മനസ്സിലാക്കാൻ കഴിയുന്നത്. ಕನ್ನಡಿಗರ ಮೆಚ್ಚಿನ ನಿಮ್ಮ ನ್ಯೂಸ್ 18 ಕನ್ನಡ ಈಗ ವಾಟ್ಸ್ಆಪ್ನಲ್ಲಿಯೂ ಲಭ್ಯ. ಕರ್ನಾಟಕ ಮತ್ತು ದೇಶ ವಿದೇಶದ 360 ಡಿಗ್ರಿ ಸುದ್ದಿ ವಿವರವನ್ನ ನೀವು ನಿಮ್ಮ ಕೈ ಬೆರಳುಗಳಲ್ಲಿಯೇ ಪಡೆಯೋದಿಕ್ಕೆ ಈ QR ಕೋಡ್ ಅನ್ನು ಸ್ಕ್ಯಾನ್ ಮಾಡಿ. ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನು ಫಾಲೋ ಮಾಡಿ, ನೋಟಿಫಿಕೇಶನ್ ಆನ್ ಮಾಡಿ.